പല ക്രൈസ്തവരും, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കർ, ഈ ചരിത്രം ആഘോഷിക്കലാണ് നടത്തുന്നത്. ഈ പുൽക്കൂടും അവിടെ എല്ലാം പശുവിനെ ആടിനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നു, അവിടെ തോരണം വെച്ച് കെട്ടുന്നു, അല്ലെങ്കിൽ നക്ഷത്രം തൂക്കുന്നു. ഇതെല്ലാം ചരിത്രാഘോഷങ്ങൾ ആണ്. നമുക്കിതുവരെ ആ ചരിത്രത്തിൻ്റെ അതിര് കടന്ന് ചരിത്രാതീതനായി ഇന്നും എന്നിലേക്ക് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന്. അതിന് കാരണമെന്ത്? ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ട്. നമ്മളും ഇതര മതങ്ങളെപ്പോലെ മതത്തിൻ്റെ ചട്ടക്കൂട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും കർത്താവിനെ കാണുന്നില്ല, കർത്താവിനെ സ്വീകരിക്കുന്നില്ല. രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ 10,000 പുൽക്കൂടുകളിൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ഉണ്ണീശോയെ വെച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറന്നില്ല എങ്കിൽ ക്രിസ്മസ് ഇല്ല എന്ന്. ഹിന്ദുവായിരുന്ന അദ്ദേഹം ക്രിസ്ത്യാനികളെ നോക്കി പറഞ്ഞതാണ്. കുറേ ആഘോഷങ്ങളും കുറേ കർമ്മങ്ങളും പ്രക്രിയകളും ലൗകിക രീതിയിൽ ചെയ്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പലപ്പോഴും അത് കള്ളു കുടിക്കണ്ടെന്ന് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇറച്ചി തിന്നണ്ടെന്ന് വെക്കുന്നത്. ഇതൊക്കെ ആ മതത്തിൻ്റെ ഭാഗങ്ങൾ ആണ്. വാസ്തവത്തിൽ ഈ 25 ദിവസങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്ന ആയിരിക്കണം.